ആത്മബന്ധോ മനോഹരമായൊരു പ്രഭാതത്തിലേക്ക്, നന്നായി ജീവിക്കുവാനുള്ള ഒരവസരത്തിലേക്ക് സ്വാഗതം. ഈ ദിവസം നമ്മേതാ പുതിയ പാഠങ്ങൾ കൊണ്ട്, നവീനമായ അനുഭവങ്ങൾ കൊണ്ട് പുനരാവിഷ്കരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഉണർന്നെഴുന്നേൽക്കുക. ഈ ദിവസത്തെ, അതിൻ്റെ സൗന്ദര്യത്തെ അവനവനെ തന്നെ നോക്കിക്കാണുക. പ്രഭാതങ്ങളെയല്ല, ജീവിതങ്ങളെയല്ല, ജന്മങ്ങളെ തന്നെ നവീകരിക്കുവാനാകുന്ന ശക്തി നമ്മൾ ഓരോരുത്തരിലും നിറഞ്ഞു നിൽക്കുകയാണ്. ആ ശക്തി, പരമമായ ശക്തി നമ്മിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നത് പ്രഭാതങ്ങളിലാണ്. അതിനാൽ ഈ പ്രഭാതത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്, ഈ ജീവിതത്തെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ചിന്തകൾ, തോന്നലുകൾ, വിചാരങ്ങൾ, ഇതിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ദിവസത്തിൻ്റെ അനുഭവങ്ങളെ, ഒരു ദിവസത്തെ വിലയിരുത്തുന്നത്, അല്ലേ? പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും, ഈ ചിന്തകളില്ലാതിരുന്നുവെങ്കിൽ, ഈ തോന്നലുകളില്ലാതിരുന്നുവെങ്കിൽ, വിചാരങ്ങളില്ലാതിരുന്നുവെങ്കിൽ എന്ന്. പക്ഷേ ഇതൊന്നുമില്ല എങ്കിൽ നമ്മിൽ സംഭവിക്കുന്നത് എന്താണ്? ധ്യാനം, പരമമായ ധ്യാനം, ഒന്നുമില്ലാത്ത അവസ്ഥ, ആനന്ദം. സുഖകരമായ ഒന്ന് തന്നെയാണത്. പക്ഷേ ഈ തോന്നലുകളും, ഈ വിചാരങ്ങളും, ഈ ചിന്തകളുമൊക്കെ നമുക്കുള്ളത് തന്നെയാണ് എന്ന്, നമുക്ക് വേണ്ടത് തന്നെയാണ് എന്നുകൂടി ആലോചിച്ച് നോക്കിക്കൂടി. ധ്യാനത്തിൽ നിന്ന് ഉണർന്നാൽ ജീവിക്കേണ്ടേ? ജീവിതത്തെ നമുക്ക് സുഗമമായും സുഖകരമായും നേരിടണ്ടേ? വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിന്തകളെയും തോന്നലുകളെയും വിചാരങ്ങളെയും ഒക്കെ അംഗീകരിക്കാം. കണ്ണുകൾ തുറന്ന് ചുറ്റുവട്ടത്തൊന്ന് നോക്കൂ. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന പ്രദേശത്ത് കണ്ണ് തുറന്നു നോക്കിയാൽ എന്തൊക്കെ കാണാനാകുന്നുണ്ട്? ചുമരുകളായിക്കൊള്ളട്ടെ, കസേരകളോ മേശയോ കട്ടിലോ എന്തുമായിക്കൊള്ളട്ടെ, കിടക്കവിരികളോ ജനാലവിരികളോ മതിൽ തറച്ചിരിക്കുന്ന ഒരു ചിത്രമോ എന്തുമായിരിക്കട്ടെ, കണ്ണു തുറന്നൊന്ന് കാണൂ. കണ്ണു തുറന്ന് ചുറ്റും നോക്കൂ. എന്തൊക്കെ കാണുന്നുണ്ട്? ഈ കണ്ടതെല്ലാം എവിടെ നിന്നാണ് ഉണ്ടായത്? ആരുടെയൊക്കെയോ തോന്നലുകളിലല്ലേ? ആ കാണുന്ന കസേര, ആ കസേര ഉണ്ടാക്കിയ ആളുടെ തോന്നലുകളിലല്ലേ ആദ്യത്തെ കസേര ഉണ്ടായത്? ഇരിക്കാനൊരു വസ്തു വേണം എന്ന മനുഷ്യന്റെ ആദ്യത്തെ ചിന്ത, തോന്നൽ, വിചാരം, അതിൽ നിന്നായിരിക്കുമല്ലേ കസേരയുടെ ചരിത്രം? ഇനി ജനാലകളായാലോ, വീടായാലോ, മതിലുകളായാലോ, ജീവിക്കണമെന്ന മനുഷ്യന്റെ തോന്നലുകളുടെ ചിഹ്നമല്ലേ അതൊക്കെ? ആ തോന്നലുകൾ പല പല തലമുറകൾ കൈമാറി വന്നപ്പോഴല്ലേ ഈ കാണുന്നതൊക്കെയും ഉണ്ടായത്? നോക്കൂ, നമ്മൾ നടക്കുന്നത്, ഇരിക്കുന്നത് ഒക്കെയും ആരുടെയൊക്കെയോ തോന്നലുകൾ കൊണ്ട് മനോഹരമാക്കിയൊരു പ്രതലത്തിലല്ലേ? അപ്പോൾ എങ്ങനെയാണ് തോന്നലുകളെ ഉപേക്ഷിക്കാനാവുക? ചിന്തകൾ വേണ്ട എന്ന് വിചാരിക്കാനാവുക? വേണം, ഇതൊക്കെയും വേണം. ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തകളെ അംഗീകരിച്ചുകൊണ്ട്, നമ്മുടെ വിചാരങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കാം. ജീവിതത്തെ നന്നാക്കുന്നത്, മനോഹരമാക്കുന്നത് തോന്നലുകളാണ്. മനുഷ്യൻ ഈ കാലം അത്രയും പുരോഗതികൾ കൈവരിച്ചിട്ടുണ്ട് എങ്കിൽ, കണ്ടുപിടുത്തങ്ങളിലൂടെ മുന്നേറിയിട്ടുണ്ട് എങ്കിൽ, ഇന്ന് ലോകത്തിലെ ജീവനുള്ള വസ്തുക്കളിൽ ഏറ്റവും ശക്തിയുള്ളതായി നിൽക്കുന്നുണ്ട് എങ്കിൽ, അതിന് പിന്നിലെ കാരണം ഈ തോന്നലുകളാണ്. അതിനാൽ നമ്മുടെ തോന്നലുകളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വിചാരങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. എൽദൊറാദോ എന്ന് കേട്ടിട്ടുണ്ടോ? സമ്പത്തിൻ്റെയും സ്വർണ്ണ നദി ഒഴുകുന്നതുമായ ഏറ്റവും വിശേഷമായൊരു നഗരമാണ്.
എൽദൊറാദോയിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത മനസ്സുകളില്ല ഒരു കാലത്ത്. ആ കഥകൾ കേട്ട് സ്വർണവും സമ്പത്തുമൊക്കെ നേടിയെടുക്കണം എന്നത് പലരുടെയും സ്വപ്നമായിരുന്നു. പല സഞ്ചാരികളും അതിനുവേണ്ടി ഏറെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ എൽദൊറാദോ എവിടെയാണെന്നറിയാമോ? നമുക്ക് തൊട്ടരികിലുണ്ട്, നമുക്കുള്ളിലുണ്ട് ആ നിധി കൂമ്പാരങ്ങളുടെ ആ ദേശം, മനോഹരമായ ഭൂമി നമുക്കുള്ളിലാണതുള്ളത്. അന്വേഷിച്ച് നോക്കിയാൽ മാത്രം കണ്ടെത്തുവാനാകുന്ന മനസ്സിൻ്റെ മനോഹരമായ ഇരിപ്പിടങ്ങളാണത്. അവിടെയെല്ലാം നമ്മൾ സൂക്ഷിക്കുന്നത് നിധികളാണ്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവതിയും ഭാഗ്യവാനും ഞാനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കൊരു ദിവസത്തെ തുടങ്ങാനാകണം. ഭാഗ്യം എന്നതിനെ നമ്മൾ കാണേണ്ടത് പുറത്തുനിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളായിട്ടല്ല, പക്ഷേ ഉള്ളിൽ നിറയുന്ന സമാധാനമായിട്ട്. ഈ പ്രഭാതത്തിലെ ആദ്യത്തെ അരമണിക്കൂർ ഈ ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള വ്യക്തിയായിട്ട്, ഏറ്റവും ശാന്തതയോടുകൂടി പെരുമാറുന്ന വ്യക്തിയായിട്ട്, ഏറ്റവും വലിയ നിധി കണ്ടെത്തിയ വ്യക്തിയായിട്ട് അവനവനെ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. ഒരു നിമിഷം കണ്ണടച്ച് നമ്മളെ കാണുക. ഏറ്റവും സന്തോഷത്തോടു കൂടി പുഞ്ചിരിക്കുന്ന, വിജയിച്ചു നിൽക്കുന്ന നമ്മളെ തന്നെ ഒന്ന് കാണുക. ഒന്ന് കണ്ണടച്ചാൽ ആ കാഴ്ച നമുക്ക് പ്രാപ്യമെങ്കിൽ തീർച്ചയായിട്ടും ആ സത്യവും നമുക്ക് എത്രയും പെട്ടെന്ന് പ്രാപിക്കാവുന്നതേയുള്ളൂ, നേടിയെടുക്കാവുന്നതേയുള്ളൂ. അതിനാൽ തളർന്നിരിക്കാതെ, ഈ ദിവസവും അലസമാകാതെ, മടി പിടിക്കാതെ ഉണർന്നെഴുന്നേൽക്കൂ. ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ, നന്നായി ജീവിക്കാൻ. ഇതാ ഈ ലോകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി, നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയുവാൻ വേണ്ടി ഒരവസരം പുറത്ത് നമ്മുടെ വാതിലിന് വെളിയിൽ കാത്തു നിൽക്കുന്നുണ്ട്. ആ അവസരത്തെ നിരാശപ്പെടുത്തരുതേ. സ്വയം ഒരവസരമായി മാറാൻ മടി കാണിക്കരുതേ. ഈ ദിവസം നമ്മളുടേതാണ്. തീർച്ചയാണല്ലോ, ഈ ദിവസം നമ്മളുടേതാണ്. ആത്മവിശ്വാസത്തോടുകൂടി ഉണർന്നെഴുന്നേൽക്കൂ. ഈ ദിവസത്തെ സ്വീകരിക്കൂ. പുറത്ത് കാത്തു നിൽക്കുന്ന ആ മഹത്തരമായ അവസരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലൂ. ആത്മബന്ധു, ഈ ദിവസം നമ്മുടേതാണ്. ഈ ദിവസം നല്ലതുമാണ്.